കഥയുടെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ഇംഗ്ലണ്ടിലെ അതിസമ്പന്നനായ ഹെർലൻ ത്രോംബിയുടെ വീടാണ്. അതിരാവിലെ തന്നെ വീട്ടുജോലിക്കാരിയായ ഷെർലി ഹെർലൻ ത്രോംബിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും എടുത്ത് അയാളുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് സ്വന്തം കഴുത്തറുത്ത് മരിച്ച നിലയിൽ ഹെർലൻ ത്രോംബിയെ കാണുന്നത്. ഹെർലൻ ത്രോംബി മരിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഹെർലൻ ത്രോംബിയുടെ നേഴ്സായ മാർത്ത അതിൽ നിന്ന് മുക്തയായിരുന്നില്ല. മാർത്തയുടെ അമ്മ മാർത്തയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെർലൻ ത്രോംബിയുടെ മകനായ വാൾട്ടർ ത്രോംബി ഇന്നിവിടെ പോലീസ് ക്വസ്റ്റ്യനിങ് ഒക്കെ നടക്കുന്നുണ്ട്, നിനക്ക് ഇവിടം വരെ വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ മാർത്ത മരണപ്പെട്ട ഹെർലൻ ത്രോംബിയുടെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോൾ അവിടെയെല്ലാം പോലീസ് ഉണ്ടായിരുന്നു. മാർത്തയെ കണ്ട ഉടനെ ഹെർലൻ ത്രോംബിയുടെ കൊച്ചുമകളായ മേഗ് മാർത്തയുടെ അടുത്തേക്ക് വന്ന് മാർത്തയെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ്. അങ്ങനെ വീടിനുള്ളിലേക്ക് വരുമ്പോൾ ഹെർലൻ ത്രോംബിയുടെ മൂത്ത മകളായ ലിൻഡ ത്രോംബിയും ലിൻഡയുടെ ഹസ്ബൻഡായ റിച്ചാർഡും അച്ഛൻ ആത്മഹത്യ ചെയ്തത് അന്വേഷിക്കാൻ വേണ്ടി പോലീസ് വന്നിട്ടുണ്ട്, അതിനു വേണ്ടിയാണ് നിന്നെ വിളിച്ചു വരുത്തിയതെന്ന് പറയും. എല്ലാവർക്കും മാർത്തയോട് വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനായി പോലീസുകാർ ലിൻഡ ത്രോംബിയെയാണ് ആദ്യമായി വിളിക്കുന്നത്. അന്ന് എന്താണ് നടന്നത് എന്ന് ചോദിക്കുമ്പോൾ അന്ന് ഡാഡിയുടെ 85ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ആരൊക്കെയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹെർലൻ്റെ നേഴ്സായ മാർത്ത, പിന്നെ ഹൗസ് കീപ്പർ, പിന്നെ എൻ്റെ ബ്രദറും ഫാമിലിയും, പപ്പയുടെ മമ്മി നാന, പിന്നെ എൻ്റെ മകൻ റാൻസം. അവൻ ഫംഗ്ഷൻ കഴിയുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് പോയി. അതിനുശേഷം ലിൻഡയുടെ ഹസ്ബൻഡായ റിച്ചാർഡിനെയാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചത്. തൻ്റെ ഭാര്യ ലണ്ടനിൽ ഒരു വലിയ കമ്പനി നടത്തുകയാണ് എന്നും എന്നാലും പപ്പയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അന്ന് ഉണ്ടായിരുന്നതെന്ന് റിച്ചാർഡ് പറയും. അതിനുശേഷം ഹെർലൻ ത്രോംബിയുടെ ഏറ്റവും ഇളയ മകനായ വാൾട്ടർ ത്രോംബിയെ വിളിക്കും. വാൾട്ടർ ത്രോംബിയാണ് ഹെർലൻ ത്രോംബിയുടെ കോടിക്കണക്കിന് വില വരുന്ന പബ്ലിക്കേഷൻസ് നടത്തുന്നത്. തൻ്റെ അച്ഛൻ മരിച്ച രാത്രിയെക്കുറിച്ച് പോലീസുകാർ ചോദിച്ചപ്പോൾ അന്ന് എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട വൈഫ് ഡോണ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ മകൻ ജേക്കബും ഉണ്ടായിരുന്നു. ജേക്കബ് ഒരു ഫോൺ അഡിക്റ്റ് ആണ്. ജേക്കബിനെ പറ്റി റിച്ചാർഡിനോടും കൊച്ചുമകൾ മേഗിനോടും ചോദിക്കുമ്പോൾ ജേക്കബിന് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല, അവനൊരു ബാഡ് ബോയ് ആണെന്ന് അവർ പറയും. അടുത്തത് ക്വസ്റ്റ്യൻ ചെയ്യാനായി വിളിക്കുന്നത് ജോണിയാണ്. ഹെർലൻ ത്രോംബിക്ക് ഒരു മകനുണ്ടായിരുന്നു, എന്നാൽ അവൻ ആക്സിഡന്റിൽ മരിച്ചുപോയി. അയാളുടെ വൈഫാണ് ജോണി. ജോണിയുടെ മകളാണ് മേഗ്. ഹസ്ബൻഡ് മരിച്ചു പോയെങ്കിലും എൻ്റെ മകളുടെ പഠിക്കാൻ ആവശ്യമായ പണമെല്ലാം പപ്പയാണ് തന്നിരുന്നതെന്ന് ജോണി പറയും. എന്നിട്ട് അന്നത്തെ ഡേയെ പറ്റി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കും. ലിൻഡ ത്രോംബിയോട് വലിയ താല്പര്യമില്ലാതിരുന്ന ജോണി പോലീസിനോട് പറയും. ലിൻഡയും ഹസ്ബൻഡ് റിച്ചാർഡും അന്ന് കുറച്ച് അപ്സെറ്റ് ആയിരുന്നു എന്ന് പോലീസിനോട് പറയും. അതിനുശേഷം ലിൻഡയുടെ മകളായ മേഗിനെ വിളിക്കുമ്പോൾ മേഗ് പറയും, എൻ്റെ ട്യൂഷൻ ഫീയും പഠിക്കാനുള്ള പണമൊക്കെ തന്നിരുന്നത് ഗ്രാൻഡ് പേ, പക്ഷേ എനിക്കന്ന് പാർട്ടി ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ബിസി ആയിരുന്നു, ഞാൻ നേരത്തെ പോയെന്ന് മേഗ് പറയും. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ആ പോലീസുകാരെ കൂടാതെ ഡിറ്റക്റ്റീവ് ബിഹോട്ട് ബ്ലോങ്കും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഡിറ്റക്റ്റീവിനോട് ലിൻഡ ചോദിക്കും, നിങ്ങളെ ആരാണ് ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചതെന്ന്. എൻ്റെ ഒരു ക്ലയൻ്റ് ആണ് ഈ കേസ് അന്വേഷിക്കാൻ എന്നെ ഏൽപ്പിച്ചതെന്ന്, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ജസ്റ്റ് അന്വേഷിക്കാൻ വന്നു എന്നേ ഉള്ളെന്ന് ഡിറ്റക്റ്റീവ് പറയും. അതിനുശേഷം റിച്ചാർഡിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ താനാണ് ഇവിടെ ആദ്യം വന്നതെന്നും നേരത്തെ വന്നത് ഇവിടെ നടക്കുന്ന പാർട്ടി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാൻ വന്നതാണെന്ന് പറയും. എന്നിട്ട് ഡിറ്റക്റ്റീവ് വാൾട്ടിനെ പറ്റി റിച്ചാർഡിനോട് ചോദിക്കും. അപ്പോൾ റിച്ചാർഡ് പറയും, അന്ന് ഫംഗ്ഷനിൽ വെച്ച് പബ്ലിക്കേഷൻസിലെ ബുക്കിലെ കഥയൊക്കെ ഒരു സിനിമ ആക്കുന്നതിനെ കുറിച്ച് വാൾട്ട് ഡാഡിയുമായി സംസാരിച്ച് തർക്കിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയും. എന്നാൽ ഡിറ്റക്റ്റീവ് ഉടനെ വാൾട്ടിനെ വിളിച്ച ശേഷം റിച്ചാർഡ് പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഫാദറുമായി എന്തോ പറഞ്ഞ് അന്ന് ഫംഗ്ഷനിൽ വെച്ച് തർക്കിച്ചുവെന്ന്. എന്നാൽ അന്ന് യഥാർത്ഥത്തിൽ നടന്നത് അന്ന് ഫംഗ്ഷനിൽ വെച്ച് വാൾട്ട് തൻ്റെ അച്ഛനോട് തൻ്റെ ബിസിനസ് ഐഡിയയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹെർലൻ ത്രോംബി പറയും, മോൻ ഇനി എൻ്റെ ബിസിനസ് നോക്കണ്ട, നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, നിന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയും. എന്നാൽ ഞാനും ഡാഡിയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, നമ്മൾ അന്ന് ആ പബ്ലിക്കേഷൻ ബിസിനസിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്ന് പറയും. അതിനുശേഷം വാൾട്ട് പറയും, അന്ന് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് റിച്ചാർഡിന്റെ മകനായ റാൻസം ഹ്യൂ ഫാദറുമായി എന്തോ വഴക്കിട്ടു, അവൻ ഫംഗ്ഷൻ കഴിയുന്നതിന് മുൻപ് അവിടെ നിന്ന് പോയി, അവൻ ഒന്നിലും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തവനാണ് എന്ന് വാൾട്ട് ഡിറ്റക്റ്റീവിനോട് പറയും. അതിനുശേഷം ഡിറ്റക്റ്റീവ് റിച്ചാർഡിനെ വിളിച്ച ശേഷം, നിങ്ങളല്ലേ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ആദ്യം വന്നത് എന്ന് പറഞ്ഞത്, പക്ഷേ ഇവിടുത്തെ ജോലിക്കാരും നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ വന്നില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയും. പിന്നെ അന്ന് നിങ്ങളുടെ ഫാദർ ആരുമായോ ഷൗട്ട് ചെയ്തത് ജോലിക്കാർ കേട്ടു എന്നും പറയും. ഇപ്പോൾ റിച്ചാർഡ് പറയും, എനിക്ക് മുന്നേ വന്നത് ജോണിയാണ്, ജോണിയുമായിട്ടായിരിക്കും ഫാദർ തർക്കിച്ചത്, എന്നാൽ രണ്ട് പുരുഷന്മാർ സംസാരിക്കുന്ന ശബ്ദമാണ് ജോലിക്കാർ കേട്ടതെന്ന് ഡിറ്റക്റ്റീവ് പറയും. എന്നാൽ അന്ന് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് റിച്ചാർഡിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. ഇത് ഹെർലൻ ത്രോംബി കൈയോടെ പിടിച്ച ശേഷം തന്റെ മകളായ ലിൻഡയ്ക്ക് അയച്ചു കൊടുക്കുമെന്ന് റിച്ചാർഡിനോട് പറഞ്ഞു. ഇതും പറഞ്ഞായിരുന്നു അന്ന് അവിടെ ഷൗട്ടിങ് നടന്നത്.
എന്നാൽ റിച്ചാർഡ് പറയും എൻ്റെ ഫാദർ ഇൻ ലോയായ ഹെർലൻ ത്രോംബിക്ക് അയാളുടെ അമ്മയെ ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കണം. അത് പറഞ്ഞാണ് ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായത് എന്ന് ഡിറ്റക്റ്റീവിനോട് കള്ളം പറയും. അതിനുശേഷം ഡിറ്റക്റ്റീവ് ജോണിയെ വിളിച്ച് ചോദിക്കും, നിങ്ങളാണല്ലോ അന്ന് എല്ലാവരെക്കാളും നേരത്തെ വന്നത്, അതിന് കാരണം എന്തായിരുന്നു? എന്നാൽ അപ്പോൾ ജോണി പറയും, എൻ്റെ മകളുടെ ട്യൂഷൻ ഫീയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. എന്നാൽ അന്ന് യഥാർത്ഥത്തിൽ നടന്നത് മേഗിന്റെ ട്യൂഷൻ ഫീ ആയി $100,000 ആണ് ഹർലൻ ത്രോംബി കൊടുത്തിരുന്നത്. എന്നാൽ ജോണി കള്ളം പറഞ്ഞ് കൂടുതൽ പൈസ കൈപ്പറ്റി എന്ന് മനസ്സിലാക്കിയ ഹർലൻ ത്രോംബി, ഇത് മേഗിന്റെ പഠനത്തിനായി ഞാൻ അവസാനമായി തരുന്ന ചെക്കാണ്, ഇനി നിങ്ങൾക്ക് പണം തന്ന് സഹായിക്കില്ല എന്ന് പറയും. എന്നാൽ ആ ക്വസ്റ്റ്യൻ ചെയ്യലിലെ കഴിഞ്ഞ ഉടനെ തന്നെ റിച്ചാർഡ് ഹർലൻ ത്രോംബിയുടെ റൂമിലേക്ക് പോയി മേശ തുറന്ന് ലിൻഡയ്ക്ക് എഴുതിയ കത്ത് നോക്കും. എന്നാൽ ആ കത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. റിച്ചാർഡിന് ആശ്വാസമാകും. അതിനുശേഷം ഡിറ്റക്റ്റീവ് പോലീസ് ഓഫീസേഴ്സിനോട് പറയും, എന്നെ ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ച ക്ലയന്റ് ആരെന്ന് കൂടി അറിയില്ല, എനിക്കൊരു പണവും ലെറ്ററും മാത്രമാണ് വന്നത്. അതിനുശേഷം ഡിറ്റക്റ്റീവ് നഴ്സായ മാർത്തയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് മാർത്തയോട് പറയും, എനിക്കറിയാം നീ കള്ളം പറയുകയാണെങ്കിൽ ഛർദ്ദിക്കുന്ന ഒരു അസുഖം നിനക്കുണ്ട് എന്ന്. അത് ടെസ്റ്റ് ചെയ്യാനായി മരിച്ചുപോയ ഹർലൻ ത്രോംബിയുടെ വീട്ടിലുള്ള എല്ലാവരും നല്ലവരാണോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ അതെ എന്ന് മറുപടി പറയും. പറഞ്ഞ ഉടനെ തന്നെ അവൾ പോയി ഛർദ്ദിക്കും. അതിനുശേഷം ഡിറ്റക്റ്റീവ് ഓരോരുത്തരുടെയും മൊഴിയെക്കുറിച്ച് പോലീസുകാരനോട് ചോദിക്കുമ്പോൾ 11:30 പാർട്ടി കഴിഞ്ഞ് ഹെർലൻ ത്രോംബിയെ മാർത്ത ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നതും കണ്ട ശേഷമാണ് ലിൻഡ പോയി കിടന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 10 മിനിറ്റുകൾക്ക് ശേഷം ജോണി മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. അങ്ങനെ അവൾ ഹെർലൻ ത്രോംബിയുടെ റൂമിൽ ചെന്ന് ഹെർലൻ ത്രോംബിയോട് കാര്യം ചോദിക്കുമ്പോൾ ഒരു ബോർഡ് മറിഞ്ഞു വീണതാണെന്ന് ഹെർലൻ ത്രോംബി ചിരിച്ചുകൊണ്ട് മറുപടി പറയും. അതിനുശേഷം ഒരു 12 മണിയോട് കൂടി മാർത്ത ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. ആ സമയത്ത് വാൾട്ടും മകൻ ജേക്കബും ഫ്രണ്ട് ഡോറിന്റെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 12:15 ആയപ്പോൾ ഹെർലൻ ത്രോംബി താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ വാൾട്ട് ഡാഡിയോട് മുറിയിലേക്ക് കയറിപ്പോകാൻ പറഞ്ഞു. ഈ ശബ്ദങ്ങളെല്ലാം തന്നെ മുറിയിൽ കിടന്നുകൊണ്ട് ലിൻഡ കേൾക്കുന്നുണ്ടായിരുന്നു. മക്കൾ പറഞ്ഞ സ്റ്റോറിയിലും അവർ പറഞ്ഞ ടൈമിലും യാതൊരു വ്യത്യാസവുമില്ല. അതിനുശേഷം ഡിറ്റക്റ്റീവ് മാർത്തയോട് അന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കും. അന്ന് പാർട്ടി കഴിഞ്ഞ് ഹെർലൻ ത്രോംബിയെയും കൂട്ടിക്കൊണ്ട് മാർത്ത റൂമിലേക്ക് വന്നു. മാർത്തയും ഹെർലൻ ത്രോംബിയും ഫ്രണ്ട്സിനെ പോലെയാണ്. റൂമിലെത്തിയ ശേഷം ലിൻഡയുടെ മകൻ റാൻസം ഹ്യൂമായി വഴക്കിട്ട കാര്യമൊക്കെ മാർത്തയോട് പറഞ്ഞു. അവനൊരു ദേഷ്യക്കാരനാണ്, അവൻ പാവമാണ്, അവനിൽ ലിൻഡയും മാത്രമാണ് പാവങ്ങളെന്ന് മാർത്തയോട് ത്രോംബി പറയും. ഇതിനുശേഷം മാർത്തയോട് നമുക്കൊരു ബോർഡ് ഗെയിം കളിക്കാമെന്ന് പറഞ്ഞ് ഹെർലൻ ത്രോംബിയും മാർത്തയും ഗെയിം കളിക്കും. ഗെയിമിൽ ഹെർലൻ ത്രോംബി തോക്കുമ്പോൾ തമാശയിൽ ഹെർലൻ ത്രോംബി ആ ബോർഡ് തറയിലേക്ക് തള്ളിയിടും. എന്നാൽ അപ്പോൾ അവിടെ ഇരുന്ന ഹെർലൻ ത്രോംബിയുടെ മരുന്നുകളും തറയിലേക്ക് വീഴും. ഇതിനുശേഷം ഹെർലൻ ത്രോംബിക്ക് സ്ഥിരമായി എടുക്കാറുള്ള ഒരു ഇഞ്ചക്ഷൻ മാർത്ത എടുക്കും. വീണ്ടും അവർ സംസാരിച്ചിരുന്നതിന് ശേഷം മാർത്ത പോകാൻ നേരം വീണ്ടും ഒരു ഇഞ്ചക്ഷൻ എടുക്കും. അപ്പോഴാണ് അവൾ കാണുന്നത് അവൾക്ക് മരുന്നുകൾ തെറ്റിപ്പോയി എന്ന്. എന്നാൽ മരുന്ന് മാറിപ്പോയാൽ എടുക്കാനുള്ള ആന്റിഡോട്ടും അവളുടെ ബാഗിലില്ല. ആന്റിഡോട്ട് എടുത്തില്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ഹെർലൻ ത്രോംബി മരിച്ചു പോകും. എന്നാൽ അവൾ ഹോസ്പിറ്റലിൽ വിളിക്കാമെന്ന് പറയുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് ആംബുലൻസ് ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ മരിക്കുമെന്ന് ഹെർലൻ ത്രോംബി പറയും. ഹോസ്പിറ്റലിൽ വിളിക്കാനായി ഫോൺ ഡയൽ ചെയ്യുമ്പോൾ ഹെർലൻ അവളോട് വേണ്ട എന്ന് പറഞ്ഞ് പിടിവലിയാകും. എന്നാൽ ഈ ശബ്ദം കേട്ടാണ് ടോമി ഹെർലന്റെ റൂമിലേക്ക് വരുന്നത്. ബോർഡ് വീണതാണെന്ന് പറഞ്ഞ് ത്രോംബി ഹെർലനെ പറഞ്ഞയക്കും. മാർത്തയോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്ന ത്രോംബി പറയും, എന്തായാലും ഞാൻ മരിക്കും, കൊലക്കുറ്റത്തിന് നിന്നെ ജയിലിൽ പോകാൻ ഞാൻ അനുവദിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ കേൾക്കാൻ ത്രോംബി മാർത്തയോട് പറയും. നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം റോഡിലേക്ക് ഇറങ്ങി വണ്ടി ഡീവിയേറ്റ് ചെയ്ത് ഈ വീട്ടിന്റെ ബേക്കിലൂടെ ഒരു ഡോർ ഉണ്ട്, എന്നിട്ട് ഇങ്ങോട്ട് കയറി വരണമെന്ന് പറയും. എന്നിട്ട് നീ എന്റെ ഡ്രസ്സും ഇട്ട് താഴത്തെ സ്റ്റെയറിന്റെ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അവിടെ നിൽക്കുന്ന വാൾട്ട് ഞാനാണെന്നും കരുതി എന്നോട് മുറിയിലേക്ക് പോകാൻ പറയും. ത്രോംബി പറഞ്ഞതുപോലെ ഇതെല്ലാം കൃത്യമായി ചെയ്തു കഴിഞ്ഞ് മാർത്ത വീടിന്റെ പുറകിലൂടെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ത്രോംബിയുടെ അമ്മ ലിൻഡയുടെ മകൻ റാൻസം ആണ് അതെന്ന് കരുതി, റാൻസം നീ വീണ്ടും വന്നോ എന്ന് ചോദിക്കും. എന്നാൽ ഡിറ്റക്റ്റീവിനോട് ഞാൻ 12 മണിയായപ്പോൾ പോയി എന്ന കള്ളമാണ് മാർത്ത പറഞ്ഞത്. ഡിറ്റക്റ്റീവ് പോയ ശേഷം മാർത്ത കള്ളം പറഞ്ഞത് കൊണ്ട് തന്നെ പോയിരുന്ന് ഛർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തങ്ങളുടെ അച്ഛൻ മരിച്ചതിന്റെ പാർട്ടിയെല്ലാം വീട്ടിൽ നടക്കുകയാണ്. മാർത്തയും പോയിരുന്നു. പാർട്ടി കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴേക്കും ഡിറ്റക്റ്റീവ് മാർത്തയെ കണ്ട ശേഷം പറയും, ഹെർലൻ ത്രോംബിക്ക് ഈ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടത് നിന്നെയാണെന്ന് എനിക്കറിയാം, നീ സത്യസന്ധയുമാണ്, ഈ കേസ് കണ്ടുപിടിക്കാൻ നീ എന്നെ സഹായിക്കണമെന്ന് പറയും. അവിടെ നിന്ന് വീട്ടിലെത്തിയ മാർത്ത വീണ്ടും അന്ന് നടന്ന കാര്യങ്ങൾ ഓർത്തു. ബാക്ക് ഡോർ വഴി ഹെർലൻ ത്രോംബിയുടെ വീട്ടിൽ കയറിയ ശേഷം അദ്ദേഹത്തിന്റെ ഡ്രസ്സും ഇട്ട് താഴോട്ട് സ്റ്റെപ്പിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോൾ ആത്മഹത്യയാണെന്ന് തോന്നിക്കാൻ ഹെർലൻ മനഃപൂർവ്വം കടുത്തറുത്തും മരിക്കുന്നത് കണ്ട് പേടിച്ച് കരയാൻ മാത്രമേ മാർത്തയ്ക്ക് കഴിഞ്ഞു. അടുത്ത ദിവസം കേസ് അന്വേഷിക്കാനായി ഡിറ്റക്റ്റീവിന്റെ കൂടെ വീടിന്റെ പിന്നാലെ പോകുന്ന മാർത്ത അന്ന് മഴയത്ത് തന്റെ ചെരുപ്പിന്റെ പാദം അവിടെ പതിഞ്ഞത് കാണും. എന്നാൽ പിറകെ വരുന്ന ഡിറ്റക്റ്റീവ് മാർത്തയോട് ആ വഴി നടക്കരുത്, അവിടെ ഫുട് പ്രിന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത് താൻ കേട്ടില്ല
എന്ന് പറഞ്ഞ് മാർത്ത അതിലെ തന്നെ നടന്ന് ആ ഫുട് പ്രിന്റ് ഇല്ലാതാക്കും. അപ്പോഴേക്കും അവിടുത്തെ ഡോഗ്സ് മാർത്തയുടെ അടുത്ത് വന്ന് സ്നേഹത്തോടെ ചാടിക്കയറും. എന്നിട്ട് ഡിറ്റക്റ്റീവും മാർത്തയും ഹെർലൻ ത്രോംബിയുടെ റൂമിലേക്ക് വരും. എന്നിട്ട് ഡിറ്റക്റ്റീവ് മാർത്തയോട് ചോദിക്കും, നിന്റെ മരുന്നുകളൊക്കെ ഇവിടെ വെച്ചിട്ടാണോ പോണേന്ന്. അതെ എന്ന് മാർത്തയും പറയും. അപ്പോഴേക്കും ലിൻഡയുടെ മകൻ റാൻസം അങ്ങോട്ടേക്ക് വരും. റാൻസത്തിനെ വലിയ പരിചയമില്ലാത്ത പട്ടികൾ റാൻസത്തിന് നേരെ ചാടി കയറും. റാൻസം ഒരു കോമഡി ജോളി ടൈപ്പാണ്. നീ എന്താ മുത്തച്ഛന്റെ ഫ്യൂണറൽസിന് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അതിന് വന്നിട്ട് വലിയ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലല്ലോ എന്ന് അവൻ പറയും. എന്നാൽ ഇതേ സമയം വാൾട്ടിന്റെ മകൻ പറയും, അന്ന് റാൻസം മുത്തച്ഛനുമായും വഴക്കിട്ട് പോയത് ഇവന് സ്വത്തിന്റെ ഭാഗത്തിൽ നിന്നും ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അതെ, മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് റാൻസം അവരോട് പറഞ്ഞ ശേഷം കിളിപോയ അവൻ അവിടെയുള്ളവരോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അവരെ എല്ലാവരെയും തമ്മിലടിപ്പിച്ച് അവിടെ ഇരുന്ന് ചിരിക്കും. എന്നാൽ ഇതേ സമയം ഡിറ്റക്റ്റീവിന് വീടിന്റെ ബാക്കിൽ നിന്നും ഒരു തടി കഷ്ണം കിട്ടും. അത് ഹെർലൻ ട്രോംബിയുടെ ജനലിന്റെ അടുത്ത് നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കും. ഉടനെ തന്നെ ട്രോംബിയുടെ റൂമിലേക്ക് പോയി അവർ മാർത്തയെ കണ്ട് അത് ഓപ്പൺ ആക്കും. അപ്പോൾ അവിടെ ഒരു എൻട്രൻസ് ഉള്ളതായി അവർക്ക് മനസ്സിലാക്കും. എന്നിട്ട് ഡിറ്റക്റ്റീവ് ആ ഫ്ലോർ എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അവിടെയെല്ലാം ചെളിയായിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം ഹെർലൻ ട്രോംബിയുടെ പേഴ്സണൽ വക്കീൽ വന്ന് പറയും അദ്ദേഹം ഒരു വിൽപത്രം എഴുതിയിട്ടുണ്ട് എന്ന്. അങ്ങനെ ആ വിൽപത്രം വായിക്കുമ്പോഴാണ് കോടിക്കണക്കിന് വരുന്ന ഹെർലൻ ട്രോംബിയുടെ സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നത് മാർത്തയുടെ പേരിലാണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുമ്പോൾ റാൻസം ഹ്യൂ മാത്രം അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കും. അങ്ങനെ എല്ലാവരും കൂടി മാർത്തയെ അറ്റാക്ക് ചെയ്യാനായി വരുമ്പോൾ മാർത്ത ഓടി തന്റെ കാറിൽ കയറും. എന്നാൽ കാർ സ്റ്റാർട്ട് ആവില്ല. അപ്പോഴേക്കും റാൻസം ഹ്യൂ തന്റെ കാറും എടുത്തുകൊണ്ട് വന്ന് അവളോട് പറയും ഈ കാറിലോട്ട് കയറാൻ. അവൾ ഉടനെ തന്നെ റാൻസത്തിന്റെ കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ റാൻസം അവിടെ നിന്ന് മാർത്തയും കൊണ്ട് രക്ഷപ്പെടും. മാർത്തയ്ക്ക് ഫുഡ് വാങ്ങി കൊടുക്കും. റാൻസം മാർത്തയോട് പറയും, എനിക്കറിയാമായിരുന്നു മുത്തച്ഛൻ എനിക്ക് ഒരു സ്വത്തുക്കളും തരില്ല എന്ന്. അപ്പോൾ മാർത്ത പറയും, ഇല്ല, നിങ്ങളോട് മുത്തച്ഛന് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ട് റാൻസം പറയും, നീ കള്ളം പറഞ്ഞാൽ വാള് വെക്കുമെന്നൊക്കെ എനിക്കറിയാം, മുത്തച്ഛൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, മുത്തച്ഛന് എന്താണ് പറ്റിയതെന്ന് ചോദിക്കും. അവൾ എല്ലാ സത്യങ്ങളും റാൻസത്തിനോട് പറയും. എന്നാൽ ഇതേ സമയം കുടുംബത്തിലുള്ളവരെല്ലാവരും തങ്ങളുടെ സ്വത്ത് എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർക്കൊരു ഐഡിയ വരുന്നത്. ഹെർലൻ ത്രോംബിയെ കൊന്നത് മാർത്തയാണെന്ന് വരുത്തി തീർത്താൽ ആ സ്വത്തുക്കൾ നമുക്ക് കിട്ടുമെന്ന്. ഉടനെ തന്നെ അവർ ഡിറ്റക്റ്റീവിനോട് ചെന്ന് ചോദിക്കും, ഇതൊരു കൊലപാതകമല്ലേ, മാർത്തയല്ലേ കൊന്നതെന്ന്. ഡിറ്റക്റ്റീവ് പറയും, ഇതൊരു കൊലപാതകമൊന്നുമല്ല, പുള്ളി സൂസൈഡ് ചെയ്തതാണ്. എന്നാൽ ഇതേ സമയം റാൻസം ഹ്യൂ മാർത്തയോട് പറയും, ഞാൻ നിന്നെ ഇതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാം, പക്ഷേ നീ എനിക്കൊരു ഹെൽപ്പ് കൂടി ചെയ്യണം. എനിക്ക് നീ എൻ്റെ സ്വത്തിൻ്റെ ഭാഗം തരണം, ബാക്കി നീ എന്ത് വേണോ ചെയ്തോളാം പറയും. അങ്ങനെ തിരികെ വീട്ടിലെത്തുന്ന മാർത്തയുടെ വീട്ടിൽ പിറ്റേന്ന് രാവിലെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാം വരും. കോടീശ്വരനായ ഹെർലൻ ത്രോംബി ഇത്രയും സ്വത്തുക്കൾ മാർത്തയുടെ പേരിൽ എഴുതി വെച്ചത് അറിഞ്ഞാണ് പത്രക്കാർ അവിടേക്ക് വന്നത്. എന്നാൽ അപ്പോഴേക്കും ഡിറ്റക്റ്റീവ് ഹെർലൻ ത്രോംബിയുടെ അമ്മയെ കാണാനായി എത്തി. നിങ്ങൾ വളരെയധികം വിഷമത്തിലാണ് എന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾക്ക് ഈ കേസിനെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോട് പറയണമെന്ന് ഡിറ്റക്റ്റീവ് ത്രോംബിയുടെ അമ്മയോട് പറഞ്ഞു. എന്നാൽ ഇതേ സമയം മാർത്ത തന്റെ അമ്മയോട് പറയും, ന്യൂസ് റിപ്പോർട്ടേഴ്സിനോടൊന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അവൾ അവളുടെ വീടിന്റെ പിൻവാതിൽ വഴി ഇറങ്ങുമ്പോഴേക്കും വാൾട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. വാൾട്ട് മാർത്തയോട് പറയും, നിന്റെ അമ്മ അർജന്റീനയിൽ നിന്നാണ് ഇവിടേക്ക് വന്നതെന്നറിയാം, ഒരു ഇല്ലീഗൽ എമിഗ്രന്റ് ആണ്, അതുകൊണ്ട് തന്നെ കേസാകും. കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് ഞാൻ സഹായിക്കാം, പക്ഷേ നീ സ്വത്തുക്കളെല്ലാം ഞങ്ങൾക്ക് തിരിച്ചെഴുതി തരാൻ പറയും. എന്നാൽ മാർത്ത അപ്പോഴേക്കും ഡോർ അടിച്ച് വീടിനുള്ളിലേക്ക് തന്നെ കയറും. എന്നാൽ അപ്പോഴാണ് മാർത്ത തനിക്ക് ആരോ ഒരു ലെറ്റർ അയച്ചിരിക്കുന്നത് കാണുന്നത്. അത് ഹെർലൻ ത്രോംബിയുടെ ബ്ലഡ് റിപ്പോർട്ടായിരുന്നു. അതിനകത്ത് യു ഡിഡ് ഓൾ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. മാർത്ത ഉടനെ തന്നെ റാൻസത്തിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. റാൻസം പറയും, ഇത് ആരോ കോപ്പി എടുത്ത് അയച്ചതാണ്, ഇതിന്റെ റിസൾട്ട് ആരോ കീറി എടുത്തിട്ട് കോപ്പിയാണ് അയച്ചിരിക്കുന്നതെന്ന് പറയും. എന്നാൽ ഇതേ സമയം ഹെർലൻ ത്രോംബിയുടെ ആ ബ്ലഡ് സാമ്പിൾ സൂക്ഷിച്ചിരുന്ന ലാബ് ആരോ തീ വെച്ച് കത്തിച്ചു. ഇതറിഞ്ഞ് ഡിറ്റക്റ്റീവും അവിടെ എത്തിയിരുന്നു. അപ്പോഴേക്കും മാർത്തയും ഹ്യൂവും അവിടെ എത്തി. റാൻസം അവളോട് പറയും, ലാബ് കത്തിയത് കൊണ്ട് തന്നെ ഇനി ആകപ്പാടെയുള്ള തെളിവ് നമുക്ക് അയച്ച ആ കോപ്പിയാണ്, അത് ഉടനെ തന്നെ നശിപ്പിക്കണം. ഇതേ സമയം ആ റിപ്പോർട്ട് അയച്ച ആൾ മാർത്തയ്ക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്, കൊളംബസ് റോഡിൽ 10 മണിക്ക് കാണണം. എന്നാൽ ഇതേ സമയം ഡിറ്റക്റ്റീവ് റാൻസത്തിനെയും മാർത്തയെയും കാണും. അവരോട് നിൽക്കാൻ പറയുമെങ്കിലും അവർ കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടും. മാർത്തയും റാൻസവും ഒരു വിധത്തിൽ അവരുടെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടും. എന്നാൽ അപ്പോഴേക്കും ഡിറ്റക്റ്റീവ് അവരെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു. മാർത്ത കരുതും മാർത്തയെ അറസ്റ്റ് ചെയ്യാനാണ് വന്നതെന്ന്. എന്നാൽ റാൻസത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് അവർ റാൻസത്തെയും കൊണ്ടുപോകും. തന്നെ ഓഫീസ് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിച്ച് ഡിറ്റക്റ്റീവ് മാർത്തയോടൊപ്പം കയറും. എന്നാൽ മാർത്ത കൊളംബസ് റോഡിന്റെ അവിടെ എത്തുമ്പോൾ എനിക്ക് ഇവിടെ ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് കാർ ഒതുക്കി ആ സ്പോട്ടിലേക്ക് പോകും. അവിടെ എത്തുമ്പോഴാണ് അവൾ കാണുന്നത് തനിക്ക് ആ ലെറ്റർ അയച്ചത് ത്രോംബിയുടെ വീട്ടിലെ ജോലിക്കാരിയായ ഷെർലി ആയിരുന്നു എന്ന്. ഷെർലി ബോധം പോയൊരു അവസ്ഥയായിരുന്നു. പെട്ടെന്ന് കണ്ണ് തുറന്ന ഷെർലി, യു ഡിഡ് ഓൾ ദിസ് എന്ന് പറഞ്ഞു, എല്ലാം നീയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഇവൾക്ക് ജീവനുണ്ടെങ്കിൽ താൻ ജയിലിലാകുമെന്ന് പോലും ചിന്തിക്കാതെ അവൾ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് ഷെർലിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡിറ്റക്റ്റീവിന്റെ അടുത്തിരുന്ന് കരഞ്ഞ മാർത്ത ഹെർലൻ ട്രോംബി എങ്ങനെയാണ് മരിച്ചതെന്ന് അയാളോട് പറയും. അപ്പോൾ ഡിറ്റക്റ്റീവ് പറയും, എല്ലാം റാൻസം ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറയും.
അവിടെ നിന്ന് ഡിറ്റക്റ്റീവ് മാർത്തയെയും കൊണ്ട് ത്രോംബിയുടെ വീട്ടിലേക്ക് വന്നു. ഷെർലി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒറിജിനൽ ലാബ് റിപ്പോർട്ട് ഡിറ്റക്റ്റീവിന് എടുത്തു കൊടുക്കും. എന്നിട്ട് അവൾ പറയും നടന്നത് എല്ലാം എനിക്ക് ഈ കുടുംബത്തോട് തുറന്നു പറയണമെന്ന്. അങ്ങനെ ത്രോംബിയുടെ ഫാമിലിയെ എല്ലാവരെയും വിളിച്ചിരുത്തിയ ശേഷം മാർത്ത പറയും എനിക്ക് നിങ്ങളോടായി ഒരു കാര്യം പറയണമെന്ന്. എന്നാൽ അപ്പോഴേക്കും ഡിറ്റക്റ്റീവ് ഓടി വന്ന് അവളെ സ്റ്റോപ്പ് ചെയ്ത ശേഷം അവരോട് പറയും നിങ്ങളുടെ എല്ലാം കയ്യിലിരിപ്പ് കാരണമാണ് ഈ സ്വത്തുക്കൾ അദ്ദേഹം എവൾക്ക് എഴുതി കൊടുത്തതെന്ന്. എന്നാൽ ത്രോംബിയുടെ ഫാമിലി മാർത്ത ഞങ്ങൾക്ക് സ്വത്തുക്കൾ തിരിച്ചു തരാൻ പോകുന്നു എന്ന് കരുതിയാണ് അവിടെ വന്നിരുന്നത്. എന്നാൽ അപ്പോഴേക്കും ഡിറ്റക്റ്റീവ് മാർത്തയും വിളിച്ചുകൊണ്ട് പോയ ശേഷം മാർത്തയോട് പറയും നീ അന്ന് കറക്റ്റ് മരുന്നാണ് അദ്ദേഹത്തിന് കുത്തിവെച്ചത്. അപ്പോൾ അവൾ പറയും ഇല്ല ഞാൻ നോക്കിയതാണ്, ആ മരുന്ന് മാറിപ്പോയി, എനിക്ക് ഉറപ്പാണെന്ന്. അപ്പോഴും ഡിറ്റക്റ്റീവ് പറയും അല്ല നിനക്ക് തെറ്റിയതാണ്, നീ കൃത്യമായ മരുന്നാണ് കുത്തിവെച്ചതെന്ന്. എന്നാൽ അപ്പോഴേക്കും ഓഫീസേഴ്സ് റാൻസം ഹ്യൂനെയും കൊണ്ട് അവിടെ വരും. റാൻസം അവളോട് പറയും സോറി ഞാൻ എല്ലാം ഇവരോട് പറഞ്ഞു പോയി എന്ന് മാർത്തയോട് പറയും. എന്നാൽ ഡിറ്റക്റ്റീവ് പറയും മതിയാക്ക് നിന്റെ അഭിനയം, എല്ലാം എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഡിറ്റക്റ്റീവ് പറയും അന്ന് രാത്രി ഇവന്റെ മുത്തച്ഛൻ ഇവന് ഒരു സ്വത്തുക്കളും കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അതിനുശേഷം കാറും എടുത്ത് അവിടെ ആ ഡീവിയേഷനിൽ പോയി ഡീവിയേറ്റ് ചെയ്ത് വീട്ടിന്റെ ബേക്ക് വഴി വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് 2 മരുന്നുകളുടെയും ലേബൽ മാറ്റി വെക്കുകയാണ് ചെയ്തതെന്ന് പറയും. എന്നിട്ട് അവൻ മാർത്തയുടെ ബാഗിൽ കിടന്ന ആന്റിഡോട്ടും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. പക്ഷേ റൂമിലെത്തിയപ്പോൾ മാർത്തയും ഹെർലൻ ത്രോംബിയും ആ ബോർഡ് കളിക്കുന്നതിനിടയിൽ ആ മരുന്ന് തറയിൽ വീഴുകയുണ്ടായി. എന്നാൽ മാർത്ത അതിനിടയിൽ മരുന്നിന്റെ പേര് വായിച്ച് നോക്കിയില്ല എങ്കിലും കുറേ വർഷങ്ങളായി ആ മരുന്ന് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ മരുന്നിന്റെ കുപ്പിയുടെ അളവ് അവളുടെ കൈക്ക് പരിചിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ കൃത്യമായ മരുന്ന് കുപ്പിയാണ് എടുത്ത് ഇഞ്ചക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അന്ന് മുത്തച്ഛൻ മരിക്കില്ലായിരുന്നു എന്ന് ഡിറ്റക്റ്റീവ് മാർത്തയോട് പറയും. അതുപോലെ തന്നെ മുത്തശ്ശി ആദ്യം റാൻസമാണ് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി പോകുന്നത് കണ്ടത്. അതുകൊണ്ടാണ് രണ്ടാമത് മാർത്ത കയറിയിട്ട് ഇറങ്ങിയപ്പോൾ റാൻസം നീ വീണ്ടും വന്നോ എന്ന് മുത്തശ്ശി ചോദിച്ചത്. എന്നാൽ പിന്നെ അവന്റെ മുത്തച്ഛൻ മരിച്ചത് ആത്മഹത്യയാണ്, എല്ലാ സ്വത്തുക്കളും മാർത്തയ്ക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവൻ തന്നെയാണ് പണം എനിക്ക് അയച്ചു തന്ന് എന്നെ ഈ കേസിലേക്ക് വരുത്തിയത്. എന്നിട്ട് മുത്തച്ഛന്റെ അടക്ക ദിവസം എല്ലാവരും വീട്ടിൽ നിന്ന് പോയ സമയത്ത് ഇവൻ വീട്ടിലേക്ക് വന്നു. ആ ആന്റിഡോട്ട് മാർത്തയുടെ ബാഗിൽ വെച്ചു. എന്നാൽ ഇത് വേലക്കാരി കണ്ടു. വേലക്കാരി ഷെർലിയുടെ ഫ്രണ്ട് ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ വഴിയാണ് ഷെർലിക്ക് ലാബ് റിപ്പോർട്ട് കിട്ടിയത്. ലാബ് റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ അവൾ റാൻസത്തിന് ലെറ്റർ അയച്ച് അവനെ പേടിപ്പിക്കാൻ നോക്കി. എന്നാൽ നിന്റെ കയ്യിൽ നിന്നും അന്ന് ഹോട്ടലിൽ വെച്ച് എല്ലാ സത്യങ്ങളും അറിഞ്ഞ ഇവൻ അന്ന് തന്നെ ആ ലാബിന് പോയി തീയിട്ടു. കാരണം ലാബിലെ റിപ്പോർട്ടിൽ നീ കൃത്യമായി ഇഞ്ചക്ഷനാണ് എടുത്തതെന്നുള്ള രേഖയായിരുന്നു ഉള്ളത്. അതിനുശേഷം ആ ലാബ് റിപ്പോർട്ടിന്റെ റിസൾട്ട് മാത്രം കീറിയെടുത്ത ശേഷം നിനക്ക് സെൻഡ് ചെയ്തതും ആ മെയിൽ അയച്ചതും എല്ലാം ഇവൻ തന്നെയാണ്. ഷെർലിയുടെ കൊലപാതകവും നിന്റെ തലയിലാക്കാൻ വേണ്ടിയാണ് ഇവൻ അവളെയും ട്രാപ്പ് ചെയ്തത്. അപ്പോൾ മാർത്ത പറയും ഷെർലി ബോധം വന്നപ്പോൾ യു ഡിഡ് ദിസ് എന്നാണ് പറഞ്ഞത്, നീയാണ് ചെയ്തത് എന്ന്. എന്നാൽ ഷെർലി യു ഡിഡ് എന്നല്ല പറഞ്ഞത്, ഹ്യൂ ഡിഡ് എന്നാണ് പറഞ്ഞത്. കാരണം ഇവന്റെ പേര് റാൻസം ഹ്യൂ എന്നല്ലേ. ഇതെല്ലാം എനിക്ക് മനസ്സിലായത് ആ യഥാർത്ഥ ലാബ് റിപ്പോർട്ട് കുറച്ചു മുൻപ് നീ എനിക്ക് തന്നപ്പോഴാണ് എന്ന് ഡിറ്റക്റ്റീവ് പറയും. അങ്ങനെ സ്വന്തം മുത്തച്ഛനായ ഹെർലൻ ട്രോംബിയെ കൊന്നതിനും ജോലിക്കാരിയായ ഷെർലിയെ കൊന്നതിനും റാൻസം ഹ്യൂമിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ സ്വത്തുക്കളും തിരികെ കിട്ടി. കേസിൽ നിന്ന് രക്ഷപ്പെട്ടതും ഓർത്ത് ഒരു ചായയും കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സീനോട് കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയായി. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.